ലോകം ഇനിയൊരു മഹായുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിവിടെ ഭൂമിയിലായിരിക്കില്ല, മറിച്ചങ്ങ് ബഹിരാകാശത്തായിരിക്കുമെന്നാണ് ലോകത്തിന്റെ പുതിയ വാദം. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ബഹിരാകാശ യുദ്ധങ്ങൾ ഇനി യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ എന്ന സംശയം തോന്നിയാലും തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ലോകശക്തികൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന വാർത്തകൾ ഇത്തരമൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശത്രുക്കളുടെ സാറ്റലൈറ്റുകളെ വരെ നിശ്ചലമാക്കാൻ അമേരിക്ക ഒരു പുതിയ വജ്രായുധം തങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമാക്കുന്നു എന്ന വാർത്തകളാണ് ഈ ചർച്ചകൾ ചൂടുപിടിക്കാനുള്ള കാരണം. അതെ, ശത്രുക്കളുടെ സാറ്റലൈറ്റുകളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന മെഡോലാൻസ് ഇലക്ട്രോണിക് ആയുധം US സ്പേസ് ഫോഴ്സ് തങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ അത്യാധുനിക ആയുധം? ഇതിനു പിന്നിൽ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്? ഭാവിയിലെ യുദ്ധങ്ങളുടെ ഗതി മാറ്റാൻ ഈ സാങ്കേതിക വിദ്യ കാരണമാകുമോ? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. സിമ്പിളായി പറഞ്ഞാൽ സംഭവം ഒരു അത്യാധുനിക സാറ്റലൈറ്റ് ജാമറാണ്. യുദ്ധ സമയത്ത് ശത്രു രാജ്യങ്ങളുടെ കണ്ണുകെട്ടുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യവും. പ്രശസ്ത അമേരിക്കൻ ഡിഫൻസ് കമ്പനിയായ L3 ഹാരിസ് ആണ് ഇത് നിർമ്മിച്ചത്. സാധാരണയായി ഒരു സാറ്റലൈറ്റ് തകർക്കാൻ രാജ്യങ്ങൾ മിസൈലുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അത് ബഹിരാകാശത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് ഇന്ന് ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയുമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇവിടെ മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നത്. ഈ ആയുധം സാറ്റലൈറ്റിനെ തകർക്കില്ല, പകരം ഭൂമിയിൽ നിന്ന് ശക്തമായ റേഡിയോ തരംഗങ്ങൾ അയച്ച് സാറ്റലൈറ്റിലേക്കുള്ള സിഗ്നലുകളെ അങ്ങ് ജാം ചെയ്യും. ഇതോടെ ശത്രു സൈന്യത്തിന് തങ്ങളുടെ സാറ്റലൈറ്റുമായി ബന്ധപ്പെടാനോ വിവരങ്ങൾ കൈമാറാനോ സാധിക്കില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ആഘാതം താൽക്കാലികമാണ് എന്നതാണ്. അതായത് അമേരിക്ക ജാമിംഗ് നിർത്തുമ്പോൾ ഈ സാറ്റലൈറ്റുകൾ വീണ്ടും സാധാരണ പോലെ പ്രവർത്തനം ആരംഭിക്കും. കൂടാതെ മറ്റൊന്ന്, ഇത് വളരെ എളുപ്പത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ സാധിക്കുമെന്നതാണ്. മെഡോലാൻസ് സിസ്റ്റം ഒരു ടെയിലറിൽ ഘടിപ്പിച്ച ആന്റിന ഡിഷ് അടങ്ങുന്ന ഒന്നാണ്. അതിനാൽ ഇത് വിമാനങ്ങളിലോ ട്രക്കുകളിലോ വളരെ എളുപ്പത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. യുദ്ധമുഖത്തേക്ക് ആണേൽ അതിവേഗം എത്തിക്കാനും സാധിക്കും. മുൻപുണ്ടായിരുന്ന സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ വലിപ്പം വളരെ കുറവായതാണ് ഇതിന് കാരണം. ദൂരെ ഇരുന്നവരെ ഒരേ സമയം ഒന്നിലധികം സാറ്റലൈറ്റുകളെ ജാം ചെയ്യാൻ ഇതിന് സാധിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ബഹിരാകാശത്തുണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാനും യുദ്ധരംഗത്ത് മേധാവിത്വം ഉറപ്പാക്കാനുമാണ് അമേരിക്ക ഇത്തരമൊരു ആയുധം പുറത്തെടുത്തിരിക്കുന്നത് എന്നാണ് പ്രധാന നിരീക്ഷണങ്ങൾ. ചൈനയുടെ അതിവേഗത്തിലുള്ള ബഹിരാകാശ സൈനിക മുന്നേറ്റങ്ങൾ അമേരിക്കയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞാലും തെറ്റുപറയാൻ സാധിക്കില്ല. നിലവിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ചൈന ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. US സാറ്റലൈറ്റുകളെയും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയും തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക കൗണ്ടർ സ്പേസ് ആയുധങ്ങൾ ചൈനയും രഹസ്യമായി വികസിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിയിൽ നിന്നുള്ള ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ സാറ്റലൈറ്റുകളുടെ സെൻസറുകളെ നിശബ്ദമാക്കാനും ബഹിരാകാശത്ത് വെച്ച് ജാമിംഗ് നടത്താനും ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ സാധിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും വ്യോമസേനയെയും നിരീക്ഷിക്കാൻ 500-ലധികം അത്യാധുനിക ചാര ഉപഗ്രഹങ്ങളുടെ ഒരു വൻ ശൃംഖലയും ചൈന ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലോകത്ത് മറ്റാരും മുന്നോട്ട് വയ്ക്കാത്ത ഒരാശയം ചൈന അവതരിപ്പിക്കുകയും ചെയ്തു. അതെ, സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന രീതിയിൽ ബഹിരാകാശത്ത് നിലയുറപ്പിക്കാൻ കഴിയുന്ന ഭീമാകാരമായ വിമാനവാഹിനി കപ്പലിൻ്റെ രൂപരേഖ ചൈന പുറത്തുവിട്ടിരുന്നു. ലോകത്തെ ഞെട്ടിച്ചതും ഇതുതന്നെയാണ്. ലുവാനിയോ എന്നാണ് ഈ ബഹിരാകാശ വിമാനവാഹിനിക്ക് പേരിട്ടതും. ഈ പേടകത്തിന് ഭൂമിയുടെ അന്തരീക്ഷത്തിന് തൊട്ടുപുറത്ത് പറന്നു നടക്കാൻ സാധിക്കുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ചൈനയുടെ നാൻഷൻമെൻ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ലുവാനിയോ എത്തിയത്. പ്രതിരോധത്തിന് സർവശക്തമായ ഒരു ഏകീകൃത സംവിധാനം എന്ന സങ്കല്പമാണ് ചൈന ഇതുവഴി മുന്നോട്ട് വെച്ചതും. ബഹിരാകാശത്തുകൂടി പറക്കാനും പൈലറ്റില്ലാത്ത യുദ്ധവിമാനങ്ങളെ വിന്യസിക്കാനും ഭൂമിയിലെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാനും സാധിക്കുന്ന വിധത്തിലായിരിക്കും ഇതിൻ്റെ രൂപകൽപ്പന. ഇത് യാഥാർത്ഥ്യമായാൽ ഭാവിയിലെ യുദ്ധങ്ങളിൽ ചൈനയ്ക്ക് മേൽക്കൈ ലഭിക്കും. ചൈന ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കിയാൽ അതാർക്കും വലിയൊരു ഭീഷണിയാണെന്നതിൽ സംശയമില്ല. എന്നാൽ നിലവിൽ ഇതൊരു സങ്കല്പം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. അങ്ങനെ സംഭവിക്കാൻ കുറഞ്ഞത് 3 പതിറ്റാണ്ടെങ്കിലും വേണ്ടിവരുമെന്ന് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ഒരു യുദ്ധമുണ്ടായാൽ ചൈനയുടെ കണ്ണുകെട്ടാനാണ് അമേരിക്ക ഇപ്പോൾ മെഡോലാൻസ് ജാമറുകൾ രംഗത്തിറക്കുന്നത്. ചൈനയുടെ ആശയവിനിമയ ശൃംഖലകളെ നിമിഷ നേരം കൊണ്ട് നിശ്ചലമാക്കാൻ കെൽപ്പുള്ളതാണ് ഇവ എന്നതിൽ സംശയമില്ല. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ അതിശക്തമായ ഇലക്ട്രോണിക് യുദ്ധമുറകൾ ഭാവിയിലെ ആഗോള യുദ്ധങ്ങളുടെ ഗതി തന്നെ മാറ്റിയെഴുതുമെന്ന് എന്തായാലും ഉറപ്പാണ്. ബഹിരാകാശത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്ന ഈ നീക്കങ്ങൾ ലോകത്തിന് ആശങ്ക തന്നെയാണ് നൽകുന്നത് എന്നതിൽ സംശയവുമില്ല.